യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഗലീലായിലെ കാനാവിൽ നടന്ന വിവാഹ വിരുന്നിൽ സംഭവിച്ച അത്ഭുതം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ നടത്തിയ അടയാളമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ സംഭവത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പങ്ക് ഓർത്തഡോക്സ് സഭ പ്രത്യേക പ്രാധാന്യത്തോടെ ധ്യാനിക്കുന്നു. വിവാഹ വിരുന്നിനിടയിൽ വീഞ്ഞ് തീർന്നുപോയി. യഹൂദ പാരമ്പര്യത്തിൽ അതൊരു സാധാരണ കുറവല്ലായിരുന്നു. ആതിഥേയ കുടുംബത്തിന് വലിയ നാണക്കേടായി കണക്കാക്കപ്പെടുന്ന കാര്യമായിരുന്നു. കുടുംബത്തിൻ്റെ സന്തോഷവും മാനവും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ സാഹചര്യമാണ് ആദ്യം ശ്രദ്ധിച്ചത് പരിശുദ്ധ ദൈവമാതാവാണ്. അമ്മ യേശുവിനോട് പറഞ്ഞത് വളരെ ലളിതമായ ഒരു വാചകമാണ്: അവർക്ക് വീഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. സിറൂഗിലെ യാക്കോബ് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ പറയുന്നത്, മറിയം സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും അവൾ ശ്രദ്ധിക്കുന്നത്. അവളുടെ ഹൃദയം അനുകമ്പയുടെ ഹൃദയമാണ്. മറ്റുള്ളവരുടെ ദുഃഖം അവളുടെ ദുഃഖമായി മാറുന്നു. സുറിയാനി പിതാവായ അപ്രയും മറിയത്തെ മനുഷ്യരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന മാതാവായി ചിത്രീകരിക്കുന്നു. കാനായിൽ അമ്മ ചെയ്തത് ഒരു അത്ഭുത പ്രവൃത്തി അല്ലെന്നും അമ്മയൊരു അത്ഭുത പ്രവൃത്തിയാകാൻ ശ്രമിക്കുകയല്ല, മറിച്ച് മനുഷ്യരുടെ ആവശ്യം തൻ്റെ പുത്രൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഓർത്തഡോക്സ് സഭ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മനോഹര മാതൃക കാണുന്നത്. അമ്മയുടെ ശക്തി അവൾ സ്വയം അത്ഭുതം ചെയ്യുന്നതിലല്ല, തൻ്റെ പുത്രനിലേക്ക് മനുഷ്യരെ നയിക്കുന്നതിലാണ്. അതുകൊണ്ട് അവൾ പിന്നീട് സേവകരോട് പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് എന്തും ചെയ്യുവീൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. ഈ വചനമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൻ്റെ സാരാംശം. അവൾ ഒരിക്കലും മനുഷ്യരെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നില്ല, എപ്പോഴും ക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. പരിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, കാനായിലെ അത്ഭുതം വെറും വീഞ്ഞിൻ്റെ അത്ഭുതമല്ല, പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള മാറ്റത്തിൻ്റെ അടയാളമാണ്. വെള്ളം വീഞ്ഞായി മാറിയതുപോലെ ക്രിസ്തു മനുഷ്യ ജീവിതത്തെ പുതുക്കുവാൻ വന്നിരിക്കുന്നു. അമ്മയുടെ അഭ്യർത്ഥനയാൽ ക്രിസ്തു വെള്ളം ഏറ്റവും നല്ല വീഞ്ഞാക്കി മാറ്റുന്നു. വിരുന്നിൻ്റെ മേൽനോട്ടക്കാരൻ പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്നു, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ ഒരു ആത്മീക സന്ദേശമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ സന്തോഷം കുറയുമ്പോൾ, പ്രത്യാശ തീരുമ്പോൾ, ശക്തി ക്ഷയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതിനെ പുതുക്കുന്നു. ആ പുതുക്കലിലേക്കുള്ള വഴിയായി ദൈവമാതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും പ്രവർത്തിക്കുന്നു. അതിനാൽ ഗലീലായിലെ കാനാവിൽ നാം കാണുന്നത് മറ്റുള്ളവരുടെ ദുഃഖം തിരിച്ചറിയുന്ന ഒരു മാതാവിനെയും മനുഷ്യരുടെ ആവശ്യങ്ങൾ തൻ്റെ പുത്രൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു മധ്യസ്ഥതയെയും. അവൻ പറയുന്നതെന്തും ചെയ്യുവേനെന്ന് പറഞ്ഞ് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വിശുദ്ധ മാർഗദർശിനിയുമാണ്. കാനാവിലെ അത്ഭുതം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവമാതാവിൻ്റെ പ്രാർത്ഥനകൾ നമ്മെ എപ്പോഴും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കുറവുകളെ സമൃദ്ധിയാക്കുകയും ദുഃഖങ്ങളെ സന്തോഷമാക്കുകയും മനുഷ്യജീവിതത്തെ ദൈവകൃപയാൽ നിറയ്ക്കുകയും ചെയ്യുന്നു എന്ന സത്യമാണ്.